ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ടോക്ക് മല്ലു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി കിഡിലൻ സയൻറ്റിഫിക് ത്രില്ലർ മൂവിയാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കഥയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഒരാൾ മയക്കത്തിൽ നിന്ന് ഉണരുന്നതാണ്. അയാൾ ഉണർന്ന് തൻ്റെ ചുറ്റിനും നോക്കുന്നു. അത് ഒരു ക്യൂബ് പോലുള്ള മുറിയായിരുന്നു. ആ മുറിയുടെ എല്ലാ ഭാഗങ്ങളിലും ഓരോ ഡോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ അങ്ങനെ ഒരു ഡോറ് തുറക്കുകയാണ്. ആ തുറക്കുമ്പോൾ കാണുന്നത് താൻ നിൽക്കുന്നത് പോലുള്ള ഒരു നീല മുറിയാണ് കാണുന്നത്. അയാൾ ആ ഡോർ അടച്ച് മറ്റൊരു റൂം തുറക്കുന്നു. അത് തുറക്കുമ്പോൾ കാണുന്നത് ഒരു റെഡ് മുറിയാണ്. ആ ഡോറും അയാൾ അടച്ച് പിന്നെയും മറ്റൊരു ഡോറ് തുറക്കുകയാണ്. അപ്പോൾ കാണുന്നത് ഒരു ഓറഞ്ച് മുറിയാണ്. എന്തും വരട്ടെ എന്ന് കരുതി അയാൾ ആ മുറിയിലോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി ഒരു സെക്കൻഡ് പോലും ആവുന്നതിന് അതിവേഗമായി എന്തോ പോകുന്നതായിട്ടുള്ള സൗണ്ട് നമ്മൾ കേൾക്കുന്നു. പെട്ടെന്നാണ് അയാളുടെ ശരീരം മുഴുവൻ രക്തം നിറയുന്നത്. ആ ശരീരം മുഴുവൻ കഷ്ണങ്ങളായി താഴെ വീഴുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പല മുറികളിലും ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു റൂമിലേക്ക് ഒരാൾ കയറി വരുന്നതാണ്. ആ മുറിയിൽ മറ്റൊരാൾ ബോധം കെട്ടുകിടപ്പുണ്ടായിരുന്നു. ആ ബോധം കെട്ടുകിടക്കുന്ന ആളുടെ പേരാണ് വെർത്ത്. ആ കയറി വന്ന ആളുടെ പേരാണ് ക്വെൻറ്റിൻ വെർത്തിനെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അതിനുശേഷം ക്വെൻറ്റിൻ ഒരു റൂം തുറന്നു നോക്കുന്നു. എന്നാൽ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ ക്വെൻറ്റിൻ ആ ഡോർ അടച്ച് തിരികെ നിൽക്കുകയാണ്. അപ്പോഴാണ് വെർത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ എന്തോ മറ്റൊരു മുറിയിൽ നിന്ന് ആരോ കടന്നു വരുന്നതായിട്ട് അവർ സൗണ്ട് കേൾക്കുകയാണ്. വരുന്നത് എന്താണെങ്കിലും അതിനെ നേരിടാനായി ക്വെൻറ്റിൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. വരുന്നത് ആരാണെന്ന് കാണാതെ ക്വെൻറ്റിൻ അതിനെ വലിച്ചെടുത്തിട്ട് ഇടിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അത് ഒരു ലേഡിയാണെന്ന് ക്വെൻറ്റിൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ സോറി പറഞ്ഞുകൊണ്ട് ക്വെൻറ്റിൻ മാറുന്നു. ആ ലേഡിയുടെ പേരാണ് ഹെലൻ. പെട്ടെന്നാണ് മറ്റൊരു വശത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ഇവർ കേൾക്കുന്നത്. ആ കരച്ചിൽ കേട്ട വശത്തുള്ള ഡോറ് തുറന്ന് ക്വെൻറ്റിൻ നോക്കുന്നു. അപ്പോൾ മറ്റൊരു ഡോറ് തുറന്ന് ആ മുറിയിലേക്ക് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നതാണ് ക്വെൻറ്റിൻ കാണുന്നത്. പെട്ടെന്ന് അവളോട് നിൽക്കാൻ ക്വെൻറ്റിൻ ആവശ്യപ്പെടുന്നു. പേടിച്ച് ആ പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. കുറച്ചു നേരം നോക്കി അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ക്വെൻറ്റിൻ അവളെയും വിളിച്ചുകൊണ്ട് അവർ ഉള്ള മുറിയിലോട്ട് പോവുകയാണ്. അപ്പോഴേക്ക് അവിടേക്ക് വേറൊരാളും വരുന്നുണ്ട്. അയാളുടെ പേരാണ് റെനീസ്. ഈ വന്ന പെൺകുട്ടിയുടെ പേരാണ് ലിവാൻ. ലിവാൻ ഭയങ്കരമായ രീതിയിൽ ഭയപ്പെട്ടിരുന്നു. ലിവാനെ ക്വെൻറ്റിൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്വെൻറ്റിനോട് ഹെലൻ ചോദിക്കുന്നത് എന്തായിരുന്നു മറ്റേ മുറിയിലെ പ്രശ്നമെന്ന്. അപ്പോഴാണ് ക്വെൻറ്റിൻ പറയുന്നത് ഇവിടെ പല മുറികളിലും പല രീതിയിലുള്ള ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇതേ സമയം റെനീസ് തൻ്റെ കാലിലെ ഷൂ അഴിച്ച് ലേസുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ക്വെൻറ്റിൻ എന്തിനാണ് താൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ റെനീസ് തൻ്റെ ഷൂ എടുത്ത് മറ്റൊരു മുറിയിലോട്ട് വലിച്ചെറിയുകയാണ്. ആ മുറിയിലേക്ക് ആ ഷൂ വീണ ഉടനെ തന്നെ ആ മുറിയിലെ ഭിത്തികളിൽ നിന്നും ഒരു കുഴൽ വന്ന് തീ തുപ്പുകയാണ്. പെട്ടെന്ന് തന്നെ റെനീസ് തൻ്റെ ഷൂ തിരിച്ചെടുത്തിട്ട് ഇവരോട് പറയുന്നു ഈ മുറിയിൽ ചലനം ഡിറ്റക്റ്റ് ചെയ്യുന്ന സെൻസർ ഉണ്ടെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എല്ലാ മുറികളിലും ഓരോ രീതിയിലുള്ള സെൻസറുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ക്വെൻറ്റിൻ എല്ലാവരോടുമായി ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടതെന്ന്. എന്നാൽ ആർക്കും അതിനൊരു ഉത്തരമുണ്ടായിരുന്നില്ല. അതിനുശേഷം ക്വെൻറ്റിൻ റെനീസിനോട് ചോദിക്കുന്നു നിങ്ങൾ ഇനി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. റെനീസ് പറയുന്നു ഇതിൻ്റെ അവസാനം എത്തുന്നത് വരെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. റെനീസിനോട് ക്വെൻറ്റിനും യോജിക്കുന്നു. എന്നാൽ ലിവാൻ പറയുന്നു നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്താൽ പോരെ എന്ന്. എന്നാൽ ലിവാനോട് ക്വെൻറ്റിൻ പറയുന്നു ഇവിടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ ഇവിടെ നിന്ന് പെട്ടുപോവുകയുള്ളൂ. ഇങ്ങോട്ട് വരാൻ ഒരു ഡോറുണ്ടെങ്കിൽ പുറത്തോട്ട് പോകാനും അങ്ങനെ ഒരു ഡോറുണ്ടാവും. അത് നമ്മൾ ഷൂ ഉപയോഗിച്ച് കണ്ടെത്തി പോകുമെന്ന് ക്വെൻറ്റിൻ പറയുന്നു. എന്നാൽ അതത്ര എളുപ്പമാകില്ല എന്ന് വെർത്തു പറയുന്നു. ഇതിനോട് റെനീസും യോജിക്കുന്നു. എന്നാലും അവർ യാത്ര തുടങ്ങുകയാണ്. അവർ ഓരോ റൂമിലും ഷൂ ഇട്ട് പരീക്ഷിച്ച് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അവസാനം അവർ ഒരു പച്ച റൂമിലെത്തുകയാണ്. ആ റൂമിൽ എത്തിയതിന് ശേഷമാണ് അവർ ശ്രദ്ധിക്കുന്നത് ഓരോ സമയം ഇടവിട്ടും അവിടെ ഒരു ചെറിയ സൗണ്ട് കേൾക്കാറുണ്ട്. ആ റൂമിലെത്തിയപ്പോൾ ആ സൗണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് കേൾക്കുന്നത്. അതൊരു മെക്കാനിക്കൽ സൗണ്ട് ആകാനാണ് സാധ്യതയെന്ന് റെനീസ് പറയുന്നു. ഇതേ സമയം ലിവാൻ ആ റൂമിലെ എല്ലാ ഡോറുകളിലുമുള്ള സീരിയൽ നമ്പറുകൾ ശ്രദ്ധിക്കുകയാണ്. അത് ചിലപ്പോൾ ഓരോ റൂമിൻ്റെയും നമ്പർ ആകാനാണ് സാധ്യതയെന്ന് ലിവാൻ പറയുന്നു. ഇത് വെച്ച് അവർ ഒരു ചെറിയ ഗെസ് ചെയ്യുകയാണ്. 17,000 റൂമുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ അത് കടക്കാൻ നമുക്ക് ഒരുപാട് ദിവസം വേണ്ടി വരും. അപ്പോഴാണ് ഹെലൻ പറയുന്നത് നമ്മൾ അത്രയും ദിവസം നമുക്ക് സാധിക്കില്ല. നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരം തളരാൻ തുടങ്ങുമെന്ന്. അപ്പോൾ ഹെലനോട് അടുത്തോട്ട് പെട്ടെന്ന് റെനീസ് വന്നിട്ട് ഹെലൻ്റെ വായിലേക്ക് അവളുടെ ബട്ടൺസ് പൊട്ടിച്ച് ഇടുകയാണ്. ബട്ടൺസ് വായിൽ കിടന്നാൽ വായിലെ ഉമിനീരുൽപാദനം നിൽക്കില്ല എന്ന് ഹെലനോട് റെനീസ് പറയുകയാണ്.
അതിനുശേഷം റെനീസ് തൻ്റെ ഒരു ഷൂ എടുത്ത് ഒരു ചുമല മുറിയിലേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് റെനീസ് അവിടെ വായുസഞ്ചാരം ഇല്ലാത്തത് ശ്രദ്ധിക്കുന്നത്. ആ റൂം അപകടമാണ് എന്ന് പറഞ്ഞിട്ട് റെനീസ് അവിടുന്ന് തിരിച്ചിറങ്ങുന്നു. ആ മുറി സേഫ് അല്ലേ എന്ന് ചോദിച്ച ക്വിൻറ്റിനോട് റെനീസ് പറയുന്നത് ആ മുറിയിൽ മോളിക്കുലാർ കെമിക്കൽ സെൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അത് ഷൂ ഡിറ്റക്റ്റ് ചെയ്യാതിരുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ അത് സെൻസ് ചെയ്യുകയും അതുവഴി ട്രാപ്പുകൾ ഓണാവാൻ സാധ്യതയുമുണ്ട് എന്ന് പറയുന്നു. ഇത്രയും കേട്ട ക്വിൻറ്റിൻ റെനീസിനോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ആധികാരികമായി സെൻസറുകളെക്കുറിച്ച് പറയുന്നതെന്ന്. അപ്പോഴാണ് ക്വിൻറ്റിനോട് റെനീസ് പറയുന്നത്, എൻ്റെ പേര് റെനീസ് എന്നല്ല, റെൻസ് എന്നാണ്, അതൊരു ഫ്രഞ്ച് വേർഡാണ് എന്ന് പറയുന്നത്. അപ്പോഴാണ് റെൻസ് ആരാണെന്ന് ക്വിൻറ്റിന് മനസ്സിലാകുന്നത്. മറ്റുള്ളവരോടായി ക്വിൻറ്റിൻ പറയുന്നു, ഇയാൾ ഒരു എസ്കേപ്പിംഗ് ആർട്ടിസ്റ്റ് ആണ്. ലോകത്തെ മികച്ച 6ഓളം ജയിലുകൾ ഇയാൾ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് റെൻസ് അത് തിരുത്തി 7 ജയിൽ ആണ് എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾ എനിക്ക് ഷൂ തരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത്രയും ദൂരം കൊണ്ടുവന്നതെന്നും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോയേനെ എന്നും നിങ്ങളുടെ ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം തരാൻ സമയമില്ല എന്നുമൊക്കെ റെൻസ് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മറ്റൊരു റൂം ചെക്ക് ചെയ്ത് അവിടേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്നാണ് അയാളുടെ മുഖത്തേക്ക് ഒരു ലിക്വിഡ് വന്ന് വീഴുന്നത്. അയാൾ നിലവിളിച്ചു കരയുന്നു. പെട്ടെന്ന് ആ ഡോർ അടയുകയാണ്. എന്നാലും നമ്മുടെ ക്വിൻറ്റിൻ ആ ഡോറ് തുറക്കുന്നു. പെട്ടെന്ന് മുഖം കരിഞ്ഞ രീതിയിൽ റെൻസ് അവിടേക്ക് വരികയാണ്. ഇവരെ കണ്ട് ആ പെൺകുട്ടികൾ രണ്ടുപേരും നിലവിളിച്ചു കരയുകയാണ്. റെൻസിൻ്റെ മുഖം മുഴുവൻ കത്തി കരിഞ്ഞ് നാശമായി റെൻസ് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ അവർ അവിടെ ഇരിക്കുകയാണ്. തൻ്റെ ഓരോരോ വിഷമങ്ങൾ ഹെലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ക്വിൻറ്റിൻ പറയുന്നത്, നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടാവും. അപ്പോൾ അവൻ എല്ലാവരുടെയും ജോലി തിരക്കുകയാണ്. ഹെലൻ ഒരു ഡോക്ടറാണ്, ക്വിൻറ്റിൻ ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ്. വെർത്തിനോട് അന്വേഷിക്കുമ്പോൾ വെർത്ത് ഒരു ഓഫീസിലെ സ്റ്റാഫ് മാത്രമാണ്. ലിവാനോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ലിവാൻ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു സ്കൂൾ സ്റ്റുഡൻ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ക്വിൻറ്റിൻ ലിവാൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണാടി ശ്രദ്ധിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും ജുവല്ലറിയും മറ്റു സാധനങ്ങളും അവർ മാറ്റിയെങ്കിൽ പോലും ലിവാൻ്റെ കണ്ണാടി അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ കണ്ണാടിയുടെ ഉപയോഗം എന്താണെന്ന് ക്വിൻറ്റിൻ ലിവാനോട് ചോദിക്കുന്നു. ലിവാൻ പറയുന്നു, എനിക്കത് വായിക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. വേറെ എന്തെങ്കിലും കൂടി പറയാനുണ്ടോ എന്ന് ക്വിൻറ്റിൻ ചോദിക്കുമ്പോൾ ലിവാൻ പറയുന്നത്, എനിക്ക് കണക്കിനോട് കുറച്ച് താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് ക്വിൻറ്റിൻ ആ നമ്പറുകളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അവളെയും വിളിച്ചുകൊണ്ട് ആ ഡോറിൻ്റെ നമ്പറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ലിവാനോട് പറയുന്നു. ലിവാൻ അത് നോക്കിയിട്ട് പറയുന്നു, ഇതിൽ ഏതെങ്കിലും നമ്പർ പ്രൈം നമ്പർ ആകുകയാണെന്നുണ്ടെങ്കിൽ ആ റൂം സേഫ് ആയിരിക്കും. നമ്മൾ കടന്നു വന്ന സേഫായിട്ടുള്ള റൂമുകളിലെല്ലാം പ്രൈം നമ്പർ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിനക്ക് ഇതെങ്ങനെ ഓർമ്മയുണ്ടെന്ന് ഹെലൻ ചോദിക്കുമ്പോൾ അത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, അതെല്ലാം ഞാൻ നോട്ട് ചെയ്തിരുന്നു എന്ന് ഹെലനോട് ലിവാൻ പറയുകയാണ്. അങ്ങനെ ഒരു മുറി അവർ ഫൈനലൈസ് ചെയ്യുകയാണ്. ആ മുറിയിലേക്ക് ലിവാൻ തന്നെ ആദ്യം ഇറങ്ങുന്നു. അവൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അവൾക്ക് അവളുടെ സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല. അവൾ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ആ ട്രിക്ക് ഉപയോഗിച്ച് അവർ പല മുറികളും കടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരു റൂമിൽ എത്തപ്പെടുകയാണ്. ആ റൂമിൻ്റെ അപ്പുറത്തേക്ക് പോകുവാനായി അവർ ഓരോ ഡോറിൻ്റെ നമ്പറുകളായി പരിശോധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുകളിലുള്ള ഒരു ഡോറിൻ്റെ നമ്പർ പരിശോധിക്കാനായി ക്വിൻറ്റിനോട് ലിവാൻ പറയുന്നു. അങ്ങനെ ക്വിൻറ്റിൻ മുകളിലോട്ട് കയറുകയാണ്. ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ടൈറ്റാണ് എന്ന് ക്വിൻറ്റിൻ പറയുന്നു. അവൻ തന്നെ ശക്തി ഉപയോഗിച്ച് ആ ഡോറ് തുറക്കുന്നു. പെട്ടെന്ന് ആ ഡോറിൽ നിന്നും ഒരാൾ താഴേക്ക് വീഴുകയാണ്. ആ വീണ ആളുടെ പേരാണ് ഷസാം. വീണപാടെ അവൻ ഇത് പച്ച റൂമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തല ഭിത്തിയിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ആശ്വസിപ്പിക്കാനായി ഹെലൻ ചെല്ലുന്നു. അവൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് പച്ച റൂമാണ്, എനിക്ക് നീല റൂമിൽ പോയാൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് ഇവൻ ഒരു മാനസിക വൈകല്യമുള്ള കുട്ടിയാണ് എന്ന്. അങ്ങനെ അവനുമായി അവർ യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ ഒരുപാട് റൂമുകൾ കടന്ന് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ അവർ ഒരു ചുമല റൂമിലോട്ട് കയറാൻ പോവുകയാണ്. ആ റൂമിലോട്ട് ആദ്യം ഇറങ്ങുന്നത് ഹെലനാണ്. ഹെലൻ ഇറങ്ങിയ പാടെ ഹെലന് ശ്വാസം മുട്ടുന്നത് പോലെ വരുന്നു. അവർ ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പാണ് എന്ന് കരുതി അവളെ തിരിച്ചു വിളിക്കുകയാണ്. എന്നാൽ ട്രാപ്പല്ലായിരുന്നു. അവൾ വായിലിട്ടിരുന്ന ബട്ടൺസ് അവളുടെ തൊണ്ടയിൽ കുടുങ്ങിയതായിരുന്നു. അതവൾ ഇറക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ആ റൂമിലോട്ട് കടക്കുന്നു. എന്നാൽ ഷസാം മാത്രം ആ റൂമിലോട്ട് വന്നിട്ടില്ലായിരുന്നു. കാരണം അവന് റെഡ് പേടിയായിരുന്നു. ഇതേ സമയം ക്വിൻറ്റിനും ലിവാനും വേറൊരു റൂം കണ്ടെത്തുന്നു. അത് സേഫാണ് എന്ന് കരുതി ക്വിൻറ്റിൻ ആ റൂമിലോട്ട് ഇറങ്ങുകയാണ്.
പെട്ടെന്നാണ് ലിവാൻ വിളിച്ചു പറയുന്നത് നിന്റെ മുമ്പിൽ ശ്രദ്ധിക്കുമെന്ന്. അപ്പോഴാണ് ക്വിൻറ്റിൻ ശ്രദ്ധിക്കുന്നത് അവൻ്റെ ചുറ്റിനും ഇരുമ്പ് നൂൽക്കമ്പികൾ വരിഞ്ഞു മുറുക്കാൻ പോവുകയാണ്. അവൻ പെട്ടെന്ന് അവിടുന്ന് ചാടി രക്ഷപ്പെടുന്നു. എന്നാൽ അവൻ്റെ കാലിൽ നല്ല രീതിയിൽ മുറിവ് പറ്റുകയാണ്. അവൻ വേദന കൊണ്ട് പുളയുന്നു. അവൻ ഒരുവിധം തിരിച്ച് ആ റൂമിലോട്ട് വരികയാണ്. ഇതേ സമയം ഷസാം അപ്പുറത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷസാമിനെ വിളിക്കാനായി വെർത്തിനെ പറഞ്ഞു വിടുന്നു. വെർത്ത് പോയതിൻ്റെ പുറകെ ക്വിൻറ്റിൻ പറയുന്നു വെർത്തിന് ഇതിനെക്കുറിച്ചെല്ലാം അറിയാമെന്നും ഈ ട്രാപ്പുകളെക്കുറിച്ചെല്ലാം അവന് നല്ല രീതിയിൽ അറിയാം, അവൻ നമ്മളെ ചതിക്കുകയാണെന്നും പറയുന്നു. എന്നാൽ ഹെലൻ പറയുന്നു അവൻ നമ്മളോട് സംസാരിക്കുന്നത് കുറവാണെങ്കിൽ പോലും അവനോട് അങ്ങനെയൊന്നും പറയരുത്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ ക്വിൻറ്റിൻ അത് സമ്മതിക്കുന്നില്ല. താനൊരു പോലീസാണെന്നും അവൻ്റെ കള്ളലക്ഷണം കണ്ടാൽ എനിക്ക് അറിയാമെന്നൊക്കെ ക്വിൻറ്റിൻ പറയുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് വെർത്തും നമ്മുടെ ഷസാമും കൂടി തിരിച്ചു വരികയാണ്. അവർ എല്ലാം ക്ഷീണിതരായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ആ റൂമിൽ തന്നെ വിശ്രമിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇതേ സമയം ലിവാൻ തൻ്റെ കണക്കൂട്ടൽ എവിടെയാ തെറ്റിയതെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷസാം അവിടെ മൂത്രമൊഴിക്കുന്നത്. ഷസാം മൂത്രമൊഴിക്കുന്നത് കാണുന്ന ക്വിൻറ്റിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ക്വിൻറ്റിന് തുടക്കം മുതലേ ഷസാമിനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇത് കാണുന്ന വെർത്ത് അവിടെ നിന്ന് ചിരിക്കുകയാണ്. വെർത്തിനോട് ക്വിൻറ്റിൻ ദേഷ്യപ്പെടുന്നു. ഇവർ തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. അവസാനം വെർത്ത് അറിയാതെ പറയുന്നു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, പുറത്തേക്കൊരു ഡോറില്ല എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെ വെർത്തിനെ നോക്കുകയാണ്. വെർത്തിന് ഇതെങ്ങനെ അറിയാം എന്നവർ ചോദിക്കുന്നു. അപ്പോഴാണ് വെർത്ത് സത്യം പറയുന്നത്. ഈ ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പുറത്തെ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് വെർത്തും വെർത്തിൻ്റെ കമ്പനിയുമാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നോ ഇതെന്തിനാണ് ചെയ്തതെന്നോ ഒന്നും വെർത്തിന് അറിയില്ലായിരുന്നു. ഇത് കേൾക്കുന്ന ക്വിൻറ്റിൻ വെർത്തിനെ എടുത്തിട്ട് ഇടിക്കുകയാണ്. അപ്പോഴാണ് ക്വിൻറ്റിനെ ലിവാൻ തടയുന്നത്. അവനെ ഒന്നും ചെയ്യരുത്, നമുക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ലിവാൻ വെർത്തിനടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വെർത്തിനോട് ലിവാൻ ചോദിക്കുന്നു പുറത്തോട്ട് പോകാൻ എവിടെയെങ്കിലും ഡോറുണ്ടോ? അവൻ അതിന് ഒരു ഡോറുണ്ട് എന്ന് മറുപടി പറയുന്നു. എന്നാൽ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അതിനുശേഷം ഈ ക്യൂബിൻ്റെ പുറത്തുള്ള സ്ട്രക്ചറിൻ്റെ സൈസ് വെർത്തിൽ നിന്നും ലിവാൻ മനസ്സിലാക്കുന്നു. അത് വെച്ച് അവൾ കണക്ക് കൂട്ടി 17,500ഓളം റൂമുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവർ ആദ്യം കണ്ട ആ ഡോറിനടുത്തുള്ള നമ്പറുകൾ ആ റൂമിൻ്റെ നമ്പറുകളല്ല, അത് അതിൻ്റെ പൊസിഷൻ വ്യക്തമാക്കുന്ന നമ്പറുകളാണ്. അങ്ങനെ അവൾ മനസ്സിലാക്കുന്നു ഇനി ഒരു 7 റൂമുകൾ കൂടി കടന്നാൽ ഇവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന്. എന്നാൽ അവർക്കൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത് ഓരോ മുറികളിലും മറച്ചു വെച്ചിരിക്കുന്ന ട്രാപ്പുകളായിരുന്നു. പഴയതുപോലെ തന്നെ ഷൂ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ പല റൂമുകളും കടന്ന് ഒരു വെള്ള മുറിയിലെത്തുകയാണ്. ഇനി 2 റൂമുകളും കൂടെ കടന്നാൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തും. അവർ ആ വെള്ള റൂമിൻ്റെ താഴത്തേക്കുള്ള ഡോർ തുറക്കുമ്പോൾ ഒരു നീല റൂമാണ് കാണുന്നത്. ഷസാം പെട്ടെന്ന് ശബ്ദമുണ്ടാകുകയാണ്. ഷസാമിൻ്റെ ശബ്ദം കേട്ട് ആ നീല മുറിയിൽ നിറയെ കൂർത്ത കമ്പികൾ കൊണ്ട് നിറയുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ആ മുറിയിൽ സൗണ്ട് ആക്ടിവേറ്റഡ് സെൻസർ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ വേറെ എന്താണ് വഴി എന്ന് ആലോചിക്കുമ്പോൾ വെർത്ത് പറയുന്നു നമുക്ക് വേറെ റൂം വഴി പോകാം. പക്ഷേ ക്വിൻറ്റിൻ അത് സമ്മതിക്കുന്നില്ല. കാരണം വേറെ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അവർക്ക് താമസിക്കും. പഴയതുപോലെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഇതുവഴി തന്നെ അവർ പോകണമെന്ന് ക്വിൻറ്റിൻ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ എല്ലാവരും അത് സമ്മതിക്കുന്നു. എന്നാൽ ക്വിൻറ്റിൻ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഷസാമിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അവനൊരു മാനസിക രോഗിയാണ്. അവൻ നമ്മളെയും കൂടി അപകടത്തിലാക്കും. ഇത് കേൾക്കുന്ന ഹെലൻ ക്വിൻറ്റിനുമായി നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. അവസാനം എല്ലാവരും കൂടി ചേർന്ന് ഷസാമിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ക്വിൻറ്റിൻ ഒരു ഷൂ എടുത്ത് വെർത്തിൻ്റെ കയ്യിൽ കൊടുത്ത് ആദ്യം പോയി നോക്കാൻ പറയുന്നു. അങ്ങനെ വെർത്ത് ആ റൂമിലോട്ട് ഇറങ്ങുകയാണ്. അവൻ ശബ്ദമുണ്ടാക്കാതെ വേറൊരു റൂമിൻ്റെ ഡോർ തുറന്ന് ആ റൂമിലോട്ട് ഷൂ ഇട്ട് നോക്കുന്നു. അവിടെ സേഫാണ്. അവൻ അങ്ങോട്ട് കയറുന്നു. പുറകെ ലിവാനും ഹെലനും ചെല്ലുന്നുണ്ട്. അതിൻ്റെ കുറേ ഷസാമിനെ പറഞ്ഞു വിടുന്നു. എന്നാൽ പകുതി എത്തുമ്പോൾ ഷസാമിൻ്റെ കാല് ഒരു ഡോറിൻ്റെ ലിവറിൽ ഉടക്കുന്നു. അവൻ ഉച്ച വെക്കാൻ പോകുമ്പോൾ ഹെലൻ അവൻ്റെ അടുത്ത് ഒച്ച വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാല് റിലീസ് ചെയ്ത് അവനെ സേഫാക്കി കൊണ്ടുപോകുന്നു. അതിൻ്റെ പുറകെ ക്വിൻറ്റിനും ചെല്ലുകയാണ്. അങ്ങനെ അവർ നിൽക്കുന്ന ആ മുറിയുടെ ഡോറിനടുത്ത് എത്തുമ്പോൾ അവൻ്റെ കാല് ഒരു ലിവറിൽ തട്ടി ശബ്ദമുണ്ടാകുന്നു. പെട്ടെന്ന് എല്ലാവരും പേടിക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. അവൻ തിരിച്ച് കയറാൻ ശ്രമിക്കുമ്പോൾ ഷസാം ഒച്ചയുണ്ടാകുന്നു. പെട്ടെന്ന് ആ റൂമിലെ ട്രാപ്പുകൾ റിലീസാവുന്നു. തലനാടിഴയ്ക്ക് ക്വിൻറ്റിൻ രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട് വരുന്ന ക്വിൻറ്റിൻ ഷസാമിനെ ഇടിക്കാൻ പോവുകയാണ്. അവനോട് ഹെലൻ വഴക്കുണ്ടാക്കുന്നു. ഭയങ്കരമായ രീതിയിൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ഈ സമയം വെർത്ത് അവിടെയുള്ള ഒരു ഡോറ് തുറന്ന് നോക്കിയിരുന്നു. അത് മറ്റുള്ളവരെയും വിളിച്ചു കാണിക്കുകയാണ്. അവർ ആ ബിൽഡിങ്ങിൻ്റെ അറ്റത്തെത്തിയിരുന്നു. ആ ഡോറിന് വെളിയിലൂടെ നോക്കുമ്പോൾ അവിടെയുള്ള ഡോറുകൾ മുഴുവൻ കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ വേറെ ഒന്നും അവർക്ക് കാണില്ല. കാരണം അവിടെ മൊത്തം ഇരുട്ട് നിറഞ്ഞിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒരാൾ താഴെ ഇറങ്ങി നോക്കണം എന്ന് ക്വിൻറ്റിൻ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അയച്ച് അവരൊരു കയറ് പോലെ കെട്ടുകയാണ്. എന്നാൽ
ആദ്യം ക്വിൻറ്റിൻ ഇറങ്ങാമെന്ന് ക്വിൻറ്റിൻ പറയുമ്പോൾ ലിവാൻ അത് തടുക്കുന്നു. കാരണം ലിവാനാണ് കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് കുറവ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെലൻ പറയുന്നു, ലിവാനേക്കാൾ കുറച്ച് വെയിറ്റ് കൂടുതലാണെങ്കിലും അടുത്ത ടേൺ എൻ്റെതല്ലേ, ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഹെലൻ ഇറങ്ങുകയാണ്. ഹെലൻ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ മാക്സിമം താഴെ ഇറങ്ങി നോക്കുന്നു. എന്നാൽ അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. എന്നാൽ കുറച്ച് ഇപ്പുറത്തോട്ട് ചാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ചാടുന്നു. എന്നാൽ അവളുടെ ആ ഒരു ചാട്ടത്തിൻ്റെ ഫോഴ്സിൻ്റെ കാരണത്താൽ ഇവരെല്ലാവരും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അവർ പിന്നെയും ശ്രമിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ശ്രമിക്കുമ്പോൾ ആദ്യ സമയങ്ങളുണ്ടായ ആ ഒരു ശബ്ദം നമ്മൾ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ശബ്ദം പോലെ വരികയും അവിടെ മൊത്തം വൈബ്രേഷൻ വരികയും ചെയ്യുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ആ കയറിനെ പിടിവിടുന്നു. എന്നാൽ ക്വിൻറ്റിൻ ചാടി ആ കയറിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഹെലനോട് കയറി വരാൻ പറയുന്നു. അങ്ങനെ ഹെലൻ കയറി വരികയാണ്. കയറി വന്ന് ക്വിൻറ്റിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ക്വിൻറ്റിൻ്റെ മുഖഭാവം മാറുന്നു. ക്വിൻറ്റിൻ പെട്ടെന്ന് അവളെ കൈവിട്ട് താഴോട്ട് വിടുകയാണ്. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് അവൾ സ്ലിപ്പായിപ്പോയി എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നു. അവൻ മനഃപൂർവ്വം അവളെ തള്ളി താഴ്ത്തിട്ടതാണ്. ഹെലൻ മരിച്ച ഷോക്കിൽ ലിവാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവളോട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, നിന്റെ സഹായമുണ്ടെങ്കിലേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ അവൾക്ക് ഇതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവൾ ആകെ മരവിച്ച ഒരവസ്ഥയിലായിരുന്നു. അവളെയും എടുത്തുകൊണ്ട് ക്വിൻറ്റിൻ അടുത്ത മുറിയിലോട്ട് പോകുന്നു. എന്നിട്ട് അവളോട് പറയുന്നു, അവർ രണ്ടുപേരും നമുക്ക് വേണ്ട, നമുക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാം, അവർ നമ്മളെ ചതിക്കും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പയ്യെ പയ്യെ അവളെ തൊടാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് അവൾ അവിടെ നിന്ന് മാറുന്നു. അടുത്ത ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് അവൾ അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ അവളെ പിന്നെയും ക്വിൻറ്റിൻ കയറി പിടിക്കുന്നു. പെട്ടെന്ന് വെറുത്ത് അവിടെ വന്ന് ക്വിൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് ക്വിൻറ്റിൻ പിന്നെയും ലിവാനോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം, ഇവരെ നമുക്ക് കൂട്ടണ്ട, ഇവർ നമ്മളെ ചതിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവൻ അറിയാതെ ഹെലനോട് അവനുള്ള ദേഷ്യവും കൂടി പറയുന്നു. ഇത് കേൾക്കുന്ന അവർക്ക് മനസ്സിലാവുന്നു ഹെലനെ ഇവൻ മനഃപൂർവ്വം തള്ളിയിട്ടതാണെന്ന്. അങ്ങനെ അവർ ആകെ ചോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ടും ലിവാൻ അവൻ്റെ അടുത്ത് ഷൂ ആവശ്യപ്പെടുന്നു. അവൻ ഷൂ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആ ഷൂ ഉപയോഗിച്ച് അവൻ വെറുത്തിനെ തല്ലുകയാണ്. തല്ലി അവശനാക്കി താഴത്തെ ഒരു ഡോറ് തുറന്ന് അവൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ എടുത്ത് ഷൂവിന് പകരം ആ റൂമിലോട്ട് ഇടുകയാണ്. പക്ഷേ അവനൊന്നും സംഭവിക്കുന്നില്ല. അവൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അവൻ പൊട്ടിച്ചിരിക്കുന്ന സൗണ്ട് കേട്ട് ആ റൂം സേഫ് ആയിരിക്കും എന്ന് കരുതി ഇവരങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഇവർ ഞെട്ടിപ്പോകുന്നത്. അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അതവർ മറിച്ച് എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന പ്രിൻസിൻ്റെ ആയിരുന്നു അത്. ഇത് കണ്ട് വെറുത്ത് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. നമ്മളിവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ക്വിൻറ്റിന് ദേഷ്യം വരുന്നു. അവൻ ലിവാൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എവിടെയാണെന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. അവർ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വെറുത്ത് മറ്റൊരു ഡോറ് തുറന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ മുമ്പ് കണ്ടിരുന്ന റൂം അവിടെ കാണുന്നില്ല. പകരം അവർ നേരത്തെ കണ്ടതുപോലുള്ള ഇരുട്ടാണ് അവിടെയുള്ളത്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരുന്ന ആ സൗണ്ട് എന്ന് പറയുന്നത് മുറികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് താൻ ഇത്രയും നേരം വിചാരിച്ചു വെച്ചിരുന്ന കണക്കുകളെല്ലാം തെറ്റായിരുന്നു എന്ന്. ആ ഡോറുകളുടെ ഫ്രണ്ടിലുള്ള നമ്പറുകൾ എന്ന് പറയുന്നത് റൂമുകളുടെ അല്ല, അത് ഈ റൂമുകളുടെ പൊസിഷനുകളുടെ നമ്പറുകളാണ്. ആദ്യത്തെ അക്കങ്ങൾ അതിൻ്റെ തുടക്കവും രണ്ടാമത്തെ അക്കങ്ങൾ അതിൻ്റെ അടുത്ത പൊസിഷനും മൂന്നാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡുമാണ്. അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഇവർ ഇപ്പോൾ എവിടെയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ ചുറ്റിനുമുള്ള നമ്പറുകൾ വേണമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അതനുസരിച്ച് ഇവരെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നു. അവൾ അത് കണക്ക് കൂട്ടി ഇവർ ഇപ്പോൾ എവിടെയാണെന്ന് കണക്കാക്കുന്നു. കൂടാതെ പുറത്തോട്ടുള്ള ഡോറുമായി കണക്ഷന് വരുന്ന മുറി ഏതാണെന്ന് കൂടി അവൾ കണ്ടെത്തുന്നു. അത് അവർ കുറച്ചു മുമ്പ് പാസ് ചെയ്ത് വന്ന ഒരു വെള്ള മുറിയായിരുന്നു. അത് ഇനി 2 ചലനങ്ങൾ കൂടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോറുമായി കണക്ഷനിൽ വരും. അത് കഴിഞ്ഞാൽ അത് പിന്നെയും അവിടെ നിന്ന് ഗതി മാറി പോവും. അതിനു മുമ്പ് അവർക്ക് അവിടെ എത്തണമായിരുന്നു. പക്ഷേ ട്രാപ്പുകൾ ഇപ്പോഴും അവർക്ക് മുമ്പിലൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഷൂ ഉപയോഗിച്ച് പഴയതുപോലെ പോകാം എന്ന് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഷൂകളൊന്നുമില്ല. അപ്പോഴാണ് ലിവാൻ പറയുന്നത്, നമുക്ക് ഇത് ടെക്നിക്കലായി തന്നെ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും, അതിന് പക്ഷേ ഒരു കമ്പ്യൂട്ടർ ആവശ്യമാണ്. ഇത് കേട്ട് ദേഷ്യം വരുന്ന ക്വിൻറ്റിൻ അവളുമായി വഴക്കിടുന്നു. നമുക്കിവിടെ കമ്പ്യൂട്ടറൊന്നും കിട്ടില്ല, നീ തന്നെ അത് ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത്, നീയൊന്നും ഇതിൽ സഹായിച്ചിട്ടില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത്, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കൂട്ടി വരുന്നതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, അത് ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല, അതൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവൾ പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഷസാം ഇവൾ പറയുന്ന കണക്കുകളുടെ എല്ലാം ആൻസർ വളരെ സിമ്പിളായി പറയുന്നു. ഇത് കേട്ട് ലിവാൻ എല്ലാം അതിശയിച്ചു നിൽക്കുകയാണ്. ഷസാമിനെ ഒന്നും കൂടി പരീക്ഷിക്കാനായി അവൾ കുറച്ചുകൂടി കണക്കുകൾ അവനോട് ചോദിക്കുന്നു. അതെല്ലാം വളരെ സിമ്പിളായി അവർ പറയുകയാണ്.
അങ്ങനെ ഷസാമിൻ്റെ സഹായത്തോടെ അവർ ഒരു റൂം കണ്ടെത്തുകയാണ്. ആ റൂമിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് അത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം എന്ന് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് വെർത്തിനെ എടുത്ത് ക്വിത്ത് ആ റൂമിലോട്ട് വലിച്ചെറിയുകയാണ്. എന്നാൽ അവനൊന്നും പറ്റുന്നില്ല. അത് സേഫ് ആണെന്ന് കരുതി അവർ അങ്ങോട്ട് ഇറങ്ങുന്നു. അങ്ങനെ ഷസാമിൻ്റെ സഹായം ഉപയോഗിച്ച് അവർ പല റൂമുകളും മാറി മാറി കയറുകയാണ്. ഇനിയും ക്വിൻറ്റിനെ കൂടെ കൂട്ടിയാൽ എല്ലാവർക്കും അപകടമാണ് എന്ന് മനസ്സിലാക്കിയ വെർത്ത് ഒരു റൂമിലോട്ട് കടക്കുമ്പോൾ ക്വിൻറ്റിൻ്റെ കഴുത്ത് ഡോറിന് ഇടയ്ക്ക് വെച്ച് അമർത്തുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനായി ക്വിൻറ്റിൻ തിരിച്ച് മറ്റേ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ആ ഡോർ അടച്ച് ആ റൂമിൽ നിന്നും പുതിയ റൂമിലോട്ട് പോകാനുള്ള ഡോറ് അവർ തപ്പിക്കൊണ്ടിരുന്നു. അതവർ കണ്ടുപിടിച്ചു. പോകുന്നതിന് മുമ്പായിട്ട് അവിടേക്ക് ക്വിൻറ്റിൻ കടന്നു വരികയാണ്. എന്നാൽ ക്വിൻറ്റിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് വെർത്ത് മറ്റേ റൂമിൻ്റെ അടിയിൽ നിൽപ്പുണ്ടായിരുന്നു. ക്വിൻറ്റിൻ ആ റൂമിൻ്റെ ഡോറിൻ്റെ മുകളിൽ വരുമ്പോൾ തന്നെ വെർത്ത് ആ ഡോർ തുറന്ന് അവനെ താഴേക്കിടുന്നു. അതിനുശേഷം അവർ ആ വെള്ള റൂമിലോട്ട് പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് വെള്ള റൂമിലോട്ട് പോയതുകൊണ്ട് തന്നെ ഷസാമിനെ അവർ ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് ഷസാമിനെ നോക്കുമ്പോൾ ഷസാമിൻ്റെ റൂം അവിടെ നിന്ന് മാറിയിരുന്നു. അപ്പോൾ അവനെ കാണാതെ അവർ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് താഴത്തെ റൂമിൽ നിന്നും ഷസാമിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അത് ദൂരെയൊന്നും പോയില്ല, അവരുടെ റൂമിൻ്റെ താഴത്തോട്ടാണ് വന്നത്. പെട്ടെന്ന് തന്നെ അവർ ആ ഡോറ് തുറന്ന് ഷസാമിനെ മുകളിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോഴാണ് ലിവാൻ്റെ കണ്ണാടിയിൽ ഒരു കഷ്ണം ആ മുറിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവരെല്ലാം ആദ്യം ഒരുമിച്ച് വന്നിരുന്ന മുറി ഇതായിരുന്നുവെന്ന്. ഈ മുറിയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ അവർക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെ അവൾ ആ കണ്ണാടി ചില്ല് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെർത്ത് ഷസാമുമായി വരുന്നു. അവർ കയറിയ ഉടനെ ആ മുറി ഭയങ്കര താഴ്ചയിലോട്ട് ശക്തമായി താന്നുപോയി. പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് വന്ന് ആ മുറി നിൽക്കുകയാണ്. ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് അവരൊരു ചുമല മുറിയിലോട്ട് കയറുന്നു. അതാണ് അവസാനത്തെ മുറിയെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. പെട്ടെന്ന് ആ മുറി അവിടുന്ന് ചലിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ഷസാം ആ മുറിയുടെ ഒരു വാതിൽ തുറന്നു നോക്കുകയാണ്. അവരുടെ മേത്തേക്ക് സൂര്യപ്രകാശം അടിക്കുന്നു. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അവർ പോകാനായി ഒരുങ്ങുന്നു. അപ്പോഴാണ് വെർത്ത് അവിടെ മാറിയിരിക്കുന്നത്. എന്നിട്ട് ലിവാനോടും ഷസാമിനോടും നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്നു. ഇത് കേട്ട് ലിവാൻ അവനോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. പക്ഷെ അവന് പറയുന്നത് എനിക്ക് പുറം ലോകത്ത് ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നവൻ പറയുന്നു. എന്നാൽ അവനെ വിടാൻ ലിവാൻ തയ്യാറല്ലായിരുന്നു. അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ലിവാനെ ആരോ പുറകിൽ നിന്ന് കുത്തുന്നത് കാണുന്നത്. അത് വേറെ ആരുമല്ലായിരുന്നു, ക്യൂറ്റിനായിരുന്നു. അവൻ എങ്ങനെയോ ആ മുറി കണ്ടെത്തി വന്നിരിക്കുന്നു. ലിവാനെ കുത്തിയ ദേഷ്യത്തിൽ വെർത്ത് ക്യൂറ്റിനെതിരെ ചെല്ലുകയാണ്. എന്നാൽ ക്യൂറ്റിൻ വെർത്തിനെ എടുത്തിട്ട് ഇടിക്കുന്നു. ഈ സമയം കൊണ്ട് രക്ഷപ്പെടാൻ വെർത്ത് ഷസാമിനോട് പറയുന്നു. അവൻ ആ സ്റ്റെയർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ക്യൂറ്റിൻ തൻ്റെ കയ്യിലെ രക്തം കാണിച്ച് ഷസാമിനെ പേടിപ്പിക്കുന്നു. ഈ സമയം വെർത്ത് ക്യൂറ്റിനെ പിന്നെയും പിറകെ ചെല്ലുന്നു പിടിക്കുന്നു. ആ സമയത്ത് ക്യൂറ്റിൻ വെർത്തിനെ കുത്തുകയാണ്. എന്നിട്ട് ഷസാമിനെ പിടിക്കാൻ ചെല്ലുന്നു. ആ സമയം കൊണ്ട് ഷസാം പുറത്തെത്തിയിരുന്നു. എന്നാലും ക്യൂറ്റിൻ വിടാൻ തയ്യാറല്ലായിരുന്നു. അവൻ ഷസാമിനെ ആ ഡോറ് വഴി ചാടി പിടിക്കുന്നു. അവൻ പുറത്തോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ വെർത്ത് അവൻ്റെ കാലിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്നു. ഈ സമയം ആ ഡോറ് അവിടുന്ന് ചലിക്കുകയാണ്. ക്യൂറ്റിൻ ആ ഡോറുകൾക്കിടയിൽപ്പെട്ട് അവൻ മരിക്കുന്നു. അതിൽ നിന്ന് അവസാനം രക്ഷപ്പെടുന്നത് ഷസാം മാത്രമാണ്. അവൻ മാത്രം ആ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഉടനെ തന്നെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.